ഇനി നമ്മൾ ജാക്കോബീസ് മെത്തേഡാണ് നോക്കുന്നത്. ആക്ച്വലി ഈ ഗോസ്-സീഡൽ മെത്തേഡിനെക്കാട്ടിലും ജാക്കോബീസ് മെത്തേഡിനെക്കാട്ടിലും ഫാസ്റ്ററായിട്ട് നമുക്ക് ആൻസർ പെട്ടെന്ന് ഐട്രേഷൻ, അതായത് 4-5 ഐട്രേഷൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആൻസർ കിട്ടുന്നത് ഏതിൽ ചെയ്യുമ്പോഴാണ്? ഗോസ്-സീഡലിൽ ചെയ്യുമ്പോഴാണ്. ജാക്കോബീസിൽ ചെയ്യുമ്പോൾ കുറേ ഐട്രേഷൻ ചെയ്താലേ നമ്മൾ ആ ആൻസർക്ക് എത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കി, ജാക്കോബീസ് വെച്ചിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. Apply the Jacobi's method to the system x1 minus 6x2 equal to 5, 8x1 minus x2 equal to 7 with initial approximation x1 equal to x2 equal to 0. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ x1 minus 6x2 equal to 5, അതിന് x1 എന്താ വരിക? -5 + 6x2. ഇനി രണ്ടാമത്തെ ഇക്വേഷന് x2 എഴുതുകയാണ്. അപ്പോൾ x2 എന്താ വരുന്നത്? -7 + 8x1. ഇനി നമ്മൾ ആ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് 0, അതായത് x1ഉം x2ഉം 0 ആണെന്നുള്ള വാല്യൂസ് ആ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ x1⁻1 എന്ന് പറയുന്നത് -5 + 6 × 0 -5 കിട്ടും. x2⁻1 എന്ന് പറയുന്നത് -7 + 8 × 0 = -7 കിട്ടും. ഇനി അതേപോലെ ഐട്രേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ പിന്നെ ഈ x1ൻ്റെ വാല്യൂ കൊടുക്കുന്നത് -5 ആവണം, x2ൻ്റെ വാല്യൂ -7 ആയിട്ട് കൊടുത്തിട്ട് ഗോസ്-സീഡലിൽ ചെയ്ത പോലെ തന്നെ x1⁻2ഉം x2⁻2ഉം കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഫിഫ്ത്ത് ഐട്രേഷൻ വരുമ്പോൾ x1ൻ്റെ വാല്യൂ -1 സംതിങ് കിട്ടുന്നത്, x2 എന്ന് പറയുന്നത് വേറൊരു വാല്യൂ കിട്ടുന്നത്. ആക്ച്വലി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് x1ഉം x2ഉം 1 ആണ്. അപ്പോൾ ജാക്കോബീസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നില്ല? ഫിഫ്ത്ത് ഐട്രേഷൻ ചെയ്തിട്ട് പോലും ആ ആൻസറിലോട്ട് നമ്മൾ എത്തുന്നില്ല. അപ്പോൾ ജാക്കോബീസ് ചെയ്യുന്നതിനേക്കാട്ടിലും അപ്രോക്സിമേറ്റ് ആയിട്ട് ഐട്രേഷൻ കുറച്ച് ചെയ്താലും ആൻസർക്ക് എത്താൻ പറ്റുന്നത് ഗോസ്-സീഡൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണെന്നാണ് ഇവിടെ പറയുന്നത്. അത്ര ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇവിടെ ജാക്കോബീസിൽ ഒരു എക്സാമ്പിൾ ഇതവിടെ പറയുന്നുണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ 6th ഐട്രേഷൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. 1 തന്നെയാണ് ഇവിടെ ആൻസർ വരുന്നത്. എൻ്റെ എക്സാമ്പിളാണ് ആ പറയുന്നത്. ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 2 മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാൻ പറഞ്ഞിട്ട്, ജാക്കോബീസ് ചെയ്യാൻ പറയുന്നുണ്ട്, ഗോസ്-സീഡൽ വെച്ചിട്ടും ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് പ്രെഡിക്റ്റർ കറക്റ്റർ മെത്തേഡാണ്. ഇവിടെ നോക്കിയേ, അതിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ആദംസ്-മോൾട്ടൺ മെത്തേഡാണ്. അപ്പോൾ അതിൽ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുക. അതായത് ഡെറിവേറ്റീവ്സ് വരുന്ന ഇക്വേഷനിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ y' = y + e⁻x × cos x, അത് നമുക്ക് സോൾവ് ചെയ്യണം. y(0 = 0) എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് x0 ഇവിടെ എന്താ? y(0 = 0) അല്ലേ? അപ്പോൾ x0 0 ആണ്, y0ഉം 0 ആണ്. x0 y0 = 0 ആണ്. f(x y) എന്താ തന്നിരിക്കുന്നത്? y' പറഞ്ഞു വരുന്നതാണ് f(x y). അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് y + e⁻x × cos x എന്നാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ we need the values of y1, y2, y3 in addition to the given value of y0. അതായത് നമുക്ക് എന്തൊക്കെ അറിയണം? y1 അറിയണം, y2 അറിയണം, y3 അറിയണം. ഇനി നമ്മൾ h എന്ന് പറയുന്നത് 0.1 ആയിട്ട് എടുക്കുകയാണ്. h എന്ന് പറയുന്നത് സ്റ്റെപ്പ് സൈസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 0.1 ആയിട്ട് എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഓയിലർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ y1, y2, y3 ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ x0 0 ആണ്, അപ്പോൾ y0 എന്തായിരിക്കും? 0 ആയിരിക്കും. f(x0, y0) എന്ത് വരും? 1 വരും. ഇനി x1 എന്ന് പറയുന്നത് ഈ x0ൻ്റെ കൂടെ h കൂട്ടിയത്, അപ്പോൾ എത്ര വരിക? 0.1 വരും. y1 എന്ന് പറയുന്നത് എന്ത് വരും? y0 + h × f(x0, y0) ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ 0.1